ബീഹാർ SIR-നെ ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ SIR-മായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ നിർദ്ദേശം നൽകിയിരുന്നു. പരാതി സ്വീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. റഷീദ്, ഇപ്പോൾ ഇന്ന് ബീഹാർ SIR കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാജ്യമെമ്പാടും SIR നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ്, SIR ഏറ്റവും മികച്ച കാര്യമാണെന്ന് RSS നേതൃത്വം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി അത് പറയുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല കാര്യങ്ങളിലും വീഴ്ച വരുത്തുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കുന്നതല്ല, വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ഈ ബീഹാർ SIR-മായി ബന്ധപ്പെട്ട് കോടതിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ? സിജു, തീർച്ചയായും ബീഹാർ SIR-മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ തന്നെയും പരിഗണിച്ച സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ചില നിർദ്ദേശങ്ങളും നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ആധാർ അടക്കമുള്ള രേഖകൾ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള രേഖയായി സ്വീകരിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ സുപ്രീം കോടതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലാവധി നീട്ടാനുള്ള RJD അതടക്കമുള്ള പാർട്ടികളുടെ ഒരു ഹർജി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി വരെയായിരുന്നു ഈ പരാതികൾ സ്വീകരിക്കാനുള്ള അവസാന തീയതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരുന്നത്. അതിനെ നീട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കിയതിനു ശേഷം അവസാനഘട്ട പട്ടിക പുറത്തിറക്കുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ RSS അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ഇപ്പോഴും പറയുന്നത് SIR-ൽ രാജ്യവ്യാപകമായി നടത്തണം എന്നുള്ള നിലപാട് തന്നെയാണ്. അതോടൊപ്പം നാളെയും അതോടൊപ്പം മറ്റന്നാളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്ത് വെച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും പ്രസന്റേഷൻ ആയിക്കൊണ്ട് അവതരിപ്പിക്കാനുള്ള നിർദ്ദേശം കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ട് സത്യവാങ്മൂലത്തിൽ 65 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടെന്നുള്ള വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നും കേന്ദ്ര സർക്കാരിൻ്റെ രൂക്ഷമായിട്ടുള്ള വിമർശനത്തിലേക്ക് തന്നെയായിരിക്കും പോവുക. കാരണം ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇതിനോടകം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബീഹാർ SIR-നെതിരെ സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. വിവരങ്ങളാണ് റഷീദ് നൽകിയത്.